ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പത്തരമാറ്റ് സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ പത്തരമാറ്റ് നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിച്ച ആ ഒരു വലിയൊരു എപ്പിസോഡാണ് നാളത്തെ അടിപൊളി ഭാഗം കേട്ടോ. അങ്ങനെ നന്ദുവിനെ സഹായിക്കണത് തൻ്റെ ചേച്ചി നവ്യ തന്നെയാണെന്നുള്ള മഹാസത്യം നന്ദു അറിയാൻ വേണ്ടി പോകുന്ന ആ ഒരു അടിപൊളി എപ്പിസോഡാണ് നാളത്തെ എപ്പിസോഡ്. അങ്ങനെ നന്ദു അനിയും കൂടി കറങ്ങാനൊക്കെ പോകുമ്പോഴേക്കും അവന്തികയും അനിയും കൂടി ഒരു വലിയ പ്ലാൻ ഒരുക്കാണ്. നന്ദുവിനെ അവിടെ നിന്ന് പൊക്കണം, ശേഷം തട്ടിക്കളയണം. അത് അനിയനെ സ്നേഹിക്കുന്നത് മാത്രമല്ല കുറ്റം, AN ജ്വല്ലറിയുടെ തകർച്ചക്ക് കാരണം ഈ നന്ദു തന്നെയാണല്ലോ. അതിനെയാണ് അവർ രണ്ടുപേരും കൂടിയിട്ട് അവരെ ഗുണ്ടകളെ വെച്ച് പൊക്കിപ്പിക്കണം കേട്ടോ അനിയന. അങ്ങനെ ഗുണ്ടകളാണെങ്കിൽ അനിയനെയും കൂട്ടിക്കൊണ്ട് ഒരു ഗോഡൌണിലേക്ക് പോവാണ്. ഇതെല്ലാം തന്നെ നവ്യ തന്റെ സുഹൃത്തിനോട് നോക്കിയും കണ്ടും എല്ലാം ചെയ്യണം. അവളെ ആരെങ്കിലും ഉപദ്രവിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ നീ എന്നെയും ആദർശേട്ടനെ വിവരം അറിയിക്കണമെന്ന് കൂട്ടുകാരോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ നന്ദുവിന് പിന്നാലെ കൂട്ടുകാരിയും പോയിട്ടുണ്ടായിരുന്നു. കൂട്ടുകാരി എല്ലാ കാര്യങ്ങളും കണ്ടതുകൊണ്ട് തന്നെ ആ വണ്ടി നമ്പർ എല്ലാം തന്നെ നോട്ട് ചെയ്യാട്ടോ. എന്നിട്ട് വേഗം തന്നെ ആദർശിന് മെസ്സേജ് അയക്കുന്നുണ്ട്. നന്ദു അപകടത്തിലാണ്, ഇന്ന നമ്പറിലുള്ള ആൾക്കാരാണ് അവളെ തട്ടിക്കൊണ്ട് പോയതെന്നും കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു കൊടുക്കേണ്ടത്. ശേഷം നവ്യേനെയും വിളിച്ച് പറഞ്ഞെടി കുറച്ച് സീനാണ്, ഞാൻ നിന്നെ വിളിക്കാം, ആദർശേട്ടനെ വിവരം അറിയിച്ചിട്ടുണ്ടെന്ന് പറയാണ്. എടി എനിക്കെന്തോ പേടിയാവാ, ആദർശേട്ടൻ എത്ര മുമ്പെങ്ങാനും എന്റെ അനിയത്തിനെ അവരെന്തെങ്കിലും ചെയ്ത് കാണോ? അങ്ങനെയൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ലടി. കാര്യം നടന്നപ്പോ തന്നെ ഞാൻ ആദർശേട്ടനെ വിളിച്ചിരുന്നു. ആദർശേട്ടനെ അപ്പോഴത്തേനൊക്കെ ആ വഴിക്ക് പോകുന്നതും ഞാൻ കണ്ടിരുന്നു. ഇനി പേടിക്കാനൊന്നുമില്ല. പിന്നീട് വേറൊന്നുമല്ല, നീയും കൂടി ഇവിടെ വരികയാണെങ്കിൽ നല്ലതായിരുന്നു. കാരണം കാരണം വേറൊരു കാരണമുണ്ട്, നീ എന്തായാലും ഇവിടെ വരെ വരണം എന്ന് പറയാണ്. എന്താടി വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് ആ ഗുണ്ടകളെ കണ്ടിട്ട് എനിക്കെന്തോ അവര് നല്ല രീതിയിലുള്ള ഗുണ്ടകളാണെന്ന് തോന്നുന്നില്ലടി. നന്ദുവിനെ അവരൊരു മാതിരിയാ നോക്കുന്നുണ്ടായിരുന്നത്. നീയും കൂടി വരണം, പെണ്ണുങ്ങളായിട്ട് ആരെങ്കിലും കൂടെ വേണം. എടി ഞാൻ വന്നതിന് നമ്മൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ടതൊക്കെ അവർക്ക് മനസ്സിലാവില്ലേ, നമ്മളാണ് ഇതിന് പിന്നിലെന്നൊക്കെ, അവരെ സഹായിക്കണത് നമ്മളാണെന്ന് ആദർശേട്ടനും നന്ദുവിനെയൊക്കെ മനസ്സിലാവില്ലേ? എടി അതൊന്നും മനസ്സിലാവില്ല. നമ്മൾ ഏതെങ്കിലും ഒക്കെ ഒരു സമയത്ത് ഇവിടെ വന്നു, അവരെ കണ്ടു, അങ്ങനെയൊക്കെ എന്തെങ്കിലും കഥ പറഞ്ഞുണ്ടാക്കിക്കോളാം. നീ എത്രയും പെട്ടെന്ന് റെഡി ആയിട്ട് വാ, നമുക്ക് നന്ദുവിനെ കൊണ്ടേക്കണ ഗോഡൌൺ ഏറെ കുറെയൊക്കെ എവിടെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്, നമുക്ക് അവിടേക്ക് പോകാം എന്ന് പറയാണ്. അങ്ങനെ നവ്യ വേഗം തന്നെ കൂട്ടുകാരുടെ കൂടെ, നന്ദു അവിടെ നിന്ന് രക്ഷപ്പെട്ടോ, നന്ദുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നൊക്കെ അറിയാൻ വേണ്ടി കൂട്ടുകാരുടെ ആ ഒരു സ്ഥലത്തേക്ക് പോവാട്ടോ. ആദർശ് പോലീസിൽ വിവരം അറിയിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഞാൻ പറയുന്ന ലൊക്കേഷനിലേക്ക്, ലൈവ് ലൊക്കേഷനിലേക്ക് നിങ്ങൾ വരണമെന്ന് പറഞ്ഞിട്ട് പോലീസിനെ വിവരം അറിയിക്കുന്നുണ്ട് ആദർശ് ആ സമയം കൊണ്ടിട്ടോ. അതേസമയം നമ്മുടെ നന്ദുവിനെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാഗേന്ദ്രൻ ഗുണ്ടകളെ വിളിക്കാണ്. അവളെ പൊക്കിയോ? പൊക്കി സർ, ഇവിടെ ഇട്ടിട്ടുണ്ട്, കയ്യും കാലൊക്കെ ബന്ധിച്ച് ഇവിടെ മൂലൊക്കെ ഇട്ടിട്ടുണ്ട്, എന്നാ ഫോൺ കൊടുക്കണ പിള്ളേരെ അവർക്ക് എന്ന് പറയണം. അങ്ങനെ നാഗേന്ദ്രന്റെ കോള് ആ ഗുണ്ട നന്ദുവിന്റെ ചെവിയിലേക്ക് വെച്ച് കൊടുക്കാട്ടോ. നന്ദുവിനോട് നാഗേന്ദ്രൻ പറയണ്ട്, ഹലോ എന്റെ മോളെ, പൊന്നു മോളെ, നീ എന്നെ ഒരുപാട് ഉപദ്രവിച്ചു. എന്റെ ഏഞ്ചുള്ളത് പറഞ്ഞ വലിയ സ്വപ്നം, എന്റെ ഇത്രയും നാളത്തെ കഷ്ടപ്പാടാ നീ ഒരു ദിവസം കൊണ്ട് തകർത്തത്. നീ മാത്രല്ല, അതില് ആ ആദർശനും പങ്കുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പണി വെച്ചിട്ടുണ്ട്. പക്ഷെ ആദ്യത്തെ പണി എന്ത് ചെയ്യാൻ ആ നറുക്ക് വീണത് നിനക്കാണ്. നന്ദു പഠിച്ച് നാണമില്ലാത്തവനെ, ആണാണെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ മുന്നോട്ട് വാടാ, അല്ലാതെ ഗുണ്ടകളെ വെച്ച് തട്ടിക്കൊണ്ടു പോകുക, ഭീഷണിപ്പെടുത്തുക, നിനക്ക് നാണമില്ലേടാ എന്നൊക്കെ നന്ദു ചോദിക്കുമ്പോ നാഗേന്ദ്രൻ പറയണ്ടേ, ഇല്ല ഒട്ടും നാണമില്ല. എടി നന്ദു, ഞാൻ നിന്നെ എന്തിനാണ് ആദ്യം തന്നെ കൊല്ലാൻ തീരുമാനിച്ചത് നിനക്കറിയാവോ? നീയേ എന്റെ AN ജ്വല്ലറി പൂട്ടിച്ചത് മാത്രമല്ല തെറ്റ്, വേറെ പല തെറ്റുകളും ചെയ്തിട്ടുണ്ട്. അതിപ്പോ എന്താണെന്ന് എനിക്ക് നിന്നോട് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷെ നിന്റെ ഒരുപാട് തെറ്റുകൾക്ക് ഞാനൊരു ഒറ്റ ശിക്ഷ മാത്രമേ നിനക്ക് തരണുള്ളൂ, അത് മരണശിക്ഷയാണ്. നീ ഏതാനും മിനിറ്റുകളിൽ മരിക്കാൻ പോവാണ്. അപ്പൊ ഗുഡ് ബൈ നന്ദു എന്ന് പറഞ്ഞിട്ട് നാഗേന്ദ്രൻ ഫോൺ വെക്കാണ്. അപ്പൊ നന്ദു ഇങ്ങനെ മനസ്സിൽ വെക്കണം, ഈ ശബ്ദം ഞാൻ എവിടെയും കേട്ട് പരിചയമില്ല. അപ്പൊ ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ഏതോ ഒരു ശത്രുവാണതെന്ന് നമ്മുടെ നന്ദുവിന് മനസ്സിലാവുന്നുണ്ട്. ഗുണ്ടകൾക്ക് നാഗേന്ദ്ര വിളിച്ചിട്ട് പറയുന്നുണ്ട്, എടാ അവൾ എന്തായാലും മരിക്കാൻ പോവാണ്, പിന്നെ അവള് കാണാനും സുന്ദരിയാണ്, നിങ്ങൾ നിങ്ങളുടെ ആവശ്യമൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം അവളെ കൊന്നാ മതി, എനിക്കൊരു വിരോധവും ഇല്ല. പിന്നെ എങ്ങനെയാ കൊല്ലണ്ടേന്നും പിന്നെ ഡെഡ് ബോഡി പോലും പുറത്ത് കിട്ടാത്ത വിധം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അതൊക്കെ ഞങ്ങൾ വേണ്ട പോലെ ചെയ്തോളാം സർ. സാറിന്റെ ഒരു വാക്ക് കേൾക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കായിരുന്നു. അപ്പോ ഞങ്ങൾ അവളെ എടുത്തോട്ടെ സർ? എടുത്തോടാ, നിങ്ങൾ എടുത്തോ, നിങ്ങൾക്ക് മതിയാവോളം നിങ്ങൾ അവളെ എടുത്തോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാഗേന്ദ്രൻ ചിരിച്ചുകൊണ്ട് ഫോൺ കട്ടയാണ്. ഗുണ്ടകൾ രണ്ടുപേരും കൂടി പരസ്പരം പറയാണ്, ഓ ഇവള് കൊള്ളാം, എസ് എ ആയതുകൊണ്ടാണ് തോന്നുന്നു, എന്താ ഒരു പവർ. എടി നന്ദു, എന്നെ നന്ദു എന്ന് വിളിക്കുന്നു, ഞാൻ SI ആണ്. അതൊക്കെ അങ്ങ് പോലീസ് സ്റ്റേഷനിൽ, നീ ഇവിടെ ഒരു സാധാരണ പെണ്ണ, വെറും ഒരു പെണ്ണ്. അതെ, നിന്നെ മാക്സിമം ഉപയോഗിച്ചിട്ട് കൊന്നുകളയാനാണ് പറഞ്ഞിരിക്കണത്. അതുകൊണ്ട് നിന്നെ ഞങ്ങൾ അങ്ങ് എടുക്കാടി.
നിന്നെ കണ്ടാലേ ആർക്കാലും ഒരു ആഗ്രഹമൊക്കെ തോന്നും. എന്ത് സുന്ദരിയാ നീ. ഹോ, ഇതുപോലത്തെ ഒരു എസ് ഏതെങ്കിലും പോലീസ് സ്റ്റേഷൻ ഉണ്ടെങ്കിലേ ആൾക്കാര് എന്തെങ്കിലുമൊക്കെ കുറ്റകൃത്യങ്ങൾ ചെയ്ത് നിന്റെ അടുത്തേക്ക് വരും, ജയിലിൽ കിടക്കുക, നിന്നെ കാണുമെങ്കിലും ചെയ്യാലോ എന്ന് പറഞ്ഞിട്ട് ആ ഗുണ്ടകൾ നന്ദുവിനെ ഉപദ്രവിക്കാൻ പോവാട്ടോ. നന്ദു പഠിച്ച് തൊട്ടു പോരുത് നിങ്ങൾ തന്നെ. എന്റെ ശരീരത്തിൽ ജീവനൊരു തുടിപ്പ് ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് വെറുതെ വിടില്ല. എടി, ജീവന്റെ തുടിപ്പ് ബാക്കിയുണ്ടെങ്കിലല്ലേ നീ വെറുതെ വിടാതിരിക്കുള്ളൂ. പക്ഷെ നിന്റെ ശരീരത്തില് ജീവന്റെ തുടിപ്പ് ഉണ്ടാവില്ല. നീയെ മരിക്കാൻ പോവാണ്, അത് നിനക്ക് ഇപ്പോഴും മനസ്സിലായില്ലേടി എന്ന് പറഞ്ഞിട്ട് നന്ദുവിന്റെ അടുത്തേക്ക് അവര് പോവാണ്. നന്ദുവിന്റെ മുടിക്ക് പിടിച്ച് കുത്തനെ പിടിക്കുന്നുണ്ട് അവര്. എടി, നീ എന്താണ് വിചാരിച്ചത്? നീ വലിയ എന്തോ ആണെന്നോ? നീ ആരുമല്ലടി. ഏതൊക്കെ എസ് ആണെന്നും കളക്ടർ ആണെന്നും പൈലറ്റ് ആണെന്നും എത്രയൊക്കെ വിളക്കിയാലും നീ വെറും ഒരു പെണ്ണാടി, പെണ്ണ് എന്ന് പറഞ്ഞിട്ട് പുച്ഛത്തോട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആ ഗുണ്ടകൾ കേട്ടോ. അതേസമയം ആദർശ് അവിടെ എത്തുന്ന സമയത്തിന് തൊട്ട് മുമ്പ് തന്നെ നമ്മുടെ നവ്യയും കൂട്ടുകാരിയും അവിടേക്ക് എത്തുന്നുണ്ട്. എന്നിട്ട് രണ്ടുപേരും കൂടി 2-3 പിള്ളേരെ കൂട്ടിക്കൊണ്ടിട്ടാണ് വരുന്നത്. അവരെല്ലാരും കൂടി ആ ഗുണ്ടകളെ ചതച്ചൊതുക്കുന്നുണ്ട്. നവ്യേച്ചി, നിങ്ങൾ ഇവിടെ എന്ന് നന്ദു ചോദിക്കുമ്പോ, അതെ, എന്തൊക്കെ പറഞ്ഞാൽ നീ എന്റെ അനിയത്തിയല്ലേ, എനിക്ക് നിന്നെ രക്ഷപ്പെടുത്തിയല്ലേ പറ്റോ. ഞാൻ നീ ഇവിടെ ഉണ്ടെന്ന് വെച്ച് വന്നൊന്നും അല്ല. ഞാനും എന്റെ കൂട്ടുകാരും കൂടി പുറത്തു പോണ സമയത്താ നിന്നെ ഇങ്ങനെ തട്ടിക്കൊണ്ടു പോണ കണ്ടത്. നിങ്ങളെ ഫോളോ ചെയ്തിട്ട് വന്നു, അത്രേ ഉള്ളൂ എന്ന് പറയണം. നന്ദുക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. നന്ദു അപ്പൊ തന്നെ നവ്യനെ കെട്ടിപ്പിടിക്കാട്ടോ. എന്നിട്ട് പറഞ്ഞിട്ട്, എനിക്ക് മനസ്സിലായി നവ്യേച്ചി, എനിക്ക് നേരത്തെ തന്നെ സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളപ്പൊ മറിഞ്ഞ് നിന്ന് സഹായിക്കണത് നവ്യേച്ചിയാണല്ലേ, ഈ നവ്യേച്ചിയുടെ സുഹൃത്ത് വഴി. എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ AN ജ്വല്ലറിയുടെ മോഡലാണ്, അറിയാലോ. എന്റെ ഭർത്താവേ AN ജ്വല്ലറിയുടെ മാനേജറാണ് എന്നൊക്കെ നവ്യ പറയുമ്പോൾ, മതി ചേച്ചി, എന്തിനാ ഇങ്ങനെ അഭിനയിക്കുന്നത്? ചേച്ചിക്ക് ഒരിക്കലും എന്നെയും നയനേച്ചിനും തള്ളിക്കളയാൻ പറ്റില്ലെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് തോന്നുന്നു ചേച്ചി സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയല്ലേ, അഭി ആരാണെന്നും എന്താണെന്നുള്ള സത്യം എന്റെ ചേച്ചി മനസ്സിലാക്കിയല്ലേ എന്ന് നന്ദു ചോദിക്കുമ്പോഴേക്കും നവ്യ വേഗം തന്നെ നന്ദുവിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാട്ടോ. ചേച്ചി കരഞ്ഞോ? എത്ര വേണമെങ്കിലും കരഞ്ഞോ, എനിക്ക് എന്റെ ചേച്ചിനെ തിരിച്ചു കിട്ടിയല്ലോ എന്നൊക്കെ പറയണം. നവ്യ പറയണ്ട്, നന്ദു, ഞങ്ങൾ അധികം നേരം ഇവിടെ നിൽക്കുന്നില്ല. പിന്നെ ഞങ്ങളാണ് ഇതിന് പിന്നിൽ നിന്നുള്ള കാര്യം നീ ആരോടും പറയരുത്. ഉടനെ തന്നെ ആദർശേട്ടന് ഇവിടെ എത്തും. ആദർശേട്ടനടുത്ത് ഒരിക്കലും നീ പറയരുത് ഞങ്ങളാണ് നിന്നെ സഹായിച്ചതെന്ന്. നീ എങ്ങനെയെങ്കിലൊക്കെ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് പോവാൻ നേരത്താണ് ആദർശേട്ടൻ വന്നത്. അങ്ങനെ കഥ പറയാൻ പാടുള്ളൂ. ഒരിക്കലും ഞങ്ങളാണ് നിന്നെ രക്ഷപ്പെടുത്തിയെന്ന് നീ പറയല്ലേ മോളെ. ഇല്ല ചേച്ചി, ഒരിക്കലും പറയില്ല. അങ്ങനെ പറഞ്ഞ വേറൊരു കാര്യം കൂടി ഉണ്ട്. നീ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല, പഴയ പോലെ എല്ലാവരും എന്നെ സ്നേഹിക്കും. പിന്നീട് അബിക്കും അബിയുടെ അമ്മയും അബിയുടെ കൂട്ടാളികളും ചതിക്കൊരുങ്ങണതൊന്നും എനിക്ക് അറിയാൻ സാധിക്കില്ല. ഇപ്പൊ തന്നെ അബിയുടെ കൂടെ നിൽക്കുന്ന തെറ്റിദ്ധാരണ കൊണ്ട് അവൻ നിന്നെ തട്ടിക്കൊണ്ടു പോകാൻ പോണ കാര്യം പോലും ഞാൻ മനസ്സിലാക്കിയത്. അതിന് അവന്റെ ചതിയും അവന്റെ പിന്നിൽ ആരാണെന്നൊക്കെ അറിയാൻ വേണ്ടി നമുക്ക് ഈ നാടകം തുടർന്നേ പറ്റുമോളെ. നിന്റെ എന്ത് സഹായത്തിനും ഈ ചേച്ചി ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ കൂട്ടുകാരനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോകുക കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നന്ദുക്ക് ഭയങ്കര സന്തോഷമാവാണ്, തന്റെ ചേച്ചിനെ തിരിച്ചു കിട്ടിയല്ലോ. അപ്പോഴേക്കും അവിടേക്കും ആദർശം വരുന്നുണ്ട്. ആദർശം ചോദിക്കണം, നന്ദു എന്ന് പറയുമ്പോഴേക്കും, അതേ ആദർശിട്ട, ഞാൻ എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നൊക്കെ പറയാണ്. അങ്ങനെ നന്ദുവിനെയും കൂട്ടിക്കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട് ആദർശം. എന്തായാലും അവന്തികയുടെയും അച്ഛന്റെയും അബിയുടെ പ്ലാൻ ഒന്നും നടക്കാൻ പോകുന്നില്ല. ആ ഒരു ഭാഗമാണ് നമ്മൾ നാളെ മറ്റന്നാളായിട്ട് കാണുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റു വീട്ടിൽ കാണാം. ബൈ.